Hello everyone, welcome to my channel. ഇന്ന് നമ്മൾ നോക്കുന്നത് ദുഃഖ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിലീപ് ക്യോं व्याकुल था? ദിലീപ് എന്തുകൊണ്ടാണ് ദുഃഖിതനായിരുന്നത്? दिलीप ने अपनी पत्नी हेमा को पूर्ण स्वतंत्रता दी थी. वह उसका आदर करता था, उसके प्रति अनुरक्त था. बहुत सारे लोग उसे अति कहेंगे. ദിലീപ് തൻ്റെ പത്നിയായിട്ടുള്ള ഹേമയ്ക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരുന്നു, അവളെ ആദരിച്ചിരുന്നു, അവളെ സ്നേഹിച്ചിരുന്നു. മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ദിലീപിന് ഹേമയെ പ്രതിയുള്ള സ്നേഹം വളരെ കൂടുതലാണ് എന്നാണ് തോന്നുക. फिर भी हेमा संतुष्ट न थी. एक दिन दिलीप के अपनी सहेली के साथ सिनेमा देख आने के कारण हेमा रूठकर माँ के घर चली गई. दिलीप को गहरी चोट लगी, वह बहुत दुखी हुआ. എന്നിട്ടും ഹേമ സന്തോഷത്തോടെ അല്ല ഇരുന്നിരുന്നത്. ഒരു ദിവസം ദിലീപ് തൻ്റെ ഫ്രണ്ടിനോടൊപ്പം തൻ്റെ കൂട്ടുകാരിയോടൊപ്പം ഒരു മൂവി കണ്ടുവന്നു എന്നതിൽ പിണങ്ങിയിട്ട് ഹേമ തൻ്റെ വീട്ടിലേക്ക് പോയി. അത് ദിലീപിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് വളരെയധികം വിഷമിച്ചിരുന്നു. स्वयं सह अन्याय के प्रतिकार की एक संभावना देख उसका मन कुछ हल्का हो गया था. यहाँ प्रतिकार की संभावना क्या थी? സ്വയം സഹിച്ച അന്യായത്തിനോടുള്ള പ്രതികാരത്തിനുള്ള സാധ്യത കണ്ട് അവൻ്റെ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. എന്തായിരുന്നു പ്രതികാരത്തിനുള്ള സാധ്യത? अपनी पत्नी हेमा का घर छोड़कर माँ के घर जाने पर दिलीप का मन बहुत दुखी हुआ. बाहर के ठंड लगने से बीमार होकर जल्दी अपनी मृत्यु हो जाने का विचार उसके मन में आया. സ്വന്തം പത്നിയായിട്ടുള്ള ഹേമ വീട് വിട്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയതിൽ ദിലീപിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ദിലീപ് കരുതി പുറത്തെ തണുത്ത കാറ്റടിച്ചിട്ട് ദിലീപിന് എന്തെങ്കിലും അസുഖം വന്ന് വയ്യാതെയായി പെട്ടെന്ന് താൻ മരിക്കും എന്നുള്ള ഒരു ചിന്ത ദിലീപിന്റെ മനസ്സിൽ വന്നു. अपने प्यार और ईमानदारी के प्रति अविश्वास करने वाली पत्नी को अपने बलिदान द्वारा दंडित करने की संभावना सोचकर दिलीप का मन कुछ हल्का हो गया था. അപ്പോൾ തൻ്റെ സ്നേഹം അതുപോലെ തൻ്റെ സിൻസിയറിറ്റി ഒന്നും മനസ്സിലാക്കാതെ തന്നെ അവിശ്വസിച്ച ആ പത്നിയോട് ഇങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാം, അവൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ആലോചിച്ച് ദിലീപിന്റെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടി. മൻ ഹൽക്ക ഹോന എന്ന് വെച്ചാൽ ആശ്വാസം ലഭിക്കുക, സംഭാവന, പോസിബിലിറ്റി. മനുഷ്യ കെ ബിനാ ബി സംസാർ കിത്ന വ്യസ്ത് और रोचक है क्यों? മനുഷ്യരെ കൂടാതെ പോലും ലോകം എത്ര തിരക്കുള്ളതും രസകരവുമാണ്, എന്തുകൊണ്ട്? रात के समय मिंटो पार्क पहुंचकर दिलीप ने देखा कि बिजली की लैंप के चारों ओर लाखों पतंगे गोले बांध बांध कर नृत्य कर रहे थे. രാത്രി മിൻറ്റോ പാർക്കിൽ എത്തിയിട്ട് ദിലീപ് കണ്ടത് ആ ഇലക്ട്രിക് ലാമ്പിന് താഴെയായിട്ട് ചുറ്റുമായിട്ട് ഒരുപാട് ഇൻസെക്ട്സ് റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റി പറന്നുകൊണ്ടിരിക്കുകയാണ്, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. प्रत्येक पतंगा एक नक्षत्र की भांति अपने मार्ग पर चक्कर काट रहा था. ഓരോ ഇൻസെക്റ്റും ഒരു നക്ഷത്രത്തെ പോലെ അതിൻ്റെ പാത്തിലൂടെ മാത്രമാണ് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോയി കിസി സെ ടക്രാത്ത നഹി, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നില്ല. വൃക്ഷോ കെ ഭീഗെ പത്തെ ഉസ് പ്രകാശ് മേ ചമചമാ രഹേ തെ. लैम्प के नीचे से आगे बढ़ने पर उसकी छोटी परछाई आगे पीछे हो जाती. വൃക്ഷത്തിലെ നനഞ്ഞ ഇലകള് പ്രകാശത്തില് തിളങ്ങുന്നുണ്ടായിരുന്നു. അയാളുടെ ചെറിയ നിഴൽ മുന്നിലും പിന്നിലുമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കോ ലഗാ കി മനുഷ്യ കെ ബിനാ ഭി സംസാർ വ്യസ്ത് और रोचक रहता है. മനുഷ്യരില്ലാതെ തന്നെ ഈ ലോകം എത്ര സുന്ദരവും തിരക്കുള്ളതുമാണ് എന്ന് അയാൾക്ക് തോന്നി. खोमचे बेचने वाले छोटे लड़के की हालत का वर्णन कैसे किया गया है? വഴി കച്ചവടക്കാരനായിട്ടുള്ള ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? വ കോംചാവാല സടക് കിനാരെ നീംബു കെ വൃക്ഷോ കി ഛായ മേ ബാഠാ ഥാ. ആ പലഹാരം വിൽക്കുന്ന ആള് റോഡ് സൈഡിൽ ഒരു നീംബുവിന്റെ വൃക്ഷന്റെ താഴെ ഇരിക്കുകയായിരുന്നു. വ സഫേദ് പൈജാമ പെഹനെ एक थाली सामने रखे कुछ बेच रहा था. അയാൾ ഒരു വൈറ്റ് പൈജാമ ഇട്ടിട്ട് മുന്നിൽ ഒരു थाली, ഒരു പാത്രം വെച്ചുകൊണ്ട് എന്തോ വിൽക്കുകയായിരുന്നു. वह एक छोटा लड़का था. उस लड़के के पास एक मिट्टी के तेल की डिबरी तक नहीं थी. അതൊരു ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അടുത്ത് ഒരു മണ്ണെണ്ണ വിളക്ക് പോലും ഉണ്ടായിരുന്നില്ല. वह सर्द हवा में सिकुड़कर बैठा था. ഈ തണുത്ത കാറ്റില് വിറച്ച് കുനിഞ്ഞാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്.
ലഡ്കി കെ മുഹ് പർ ഖോംച ബേച്ചനെ വാലോं की ചതുരത ന थी. ആ കുട്ടിയുടെ മുഖത്ത് വഴിക്കച്ചവടക്കാരുടെ പോലെയുള്ള സാമർഥ്യം ഉണ്ടായിരുന്നില്ല. ബൽക്കി ഉസ്കി ജഗഹ थी एक कातरता. उसकी थाली भी खोमचे का थाल न होकर घरेलू व्यवहार की एक മാമൂലി ഹൽക്കി മുറാദാബാദി थाली थी. ആ കുട്ടിയുടെ മുഖത്ത് ഒരു തരം പേടിയാണ് ഉണ്ടായിരുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന थाली, ആ പാത്രം, ഈ ഖോംച കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യിലുള്ള പാത്രമായിരുന്നില്ല. അത് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു മുറാദാബാദി പാത്രമായിരുന്നു. തരാജു ബി ന ഥ എന്നാണ് കേട്ടോ, ബിന എന്നല്ല, തരാജു ഭി ന ഥ. തരാജു എന്ന് വെച്ചാൽ ബാലൻസ്, ത്രാസ് പോലും ഉണ്ടായിരുന്നില്ല. थाली में कागज के 8 टुकड़ों पर पकौड़ों की बराबर की डेरिया रखी हुई थी. 8 കടലാസ് കഷ്ണങ്ങളിലെ പക്കോടെ തുല്യമായിട്ട് വീതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. बाबू की घरवाली ने माँ को हटाकर जगतू की माँ को रख लिया है. यहाँ समाज की कौन सी मनोवृत्ति प्रकट है? സാറിന്റെ ഭാര്യ അമ്മയെ മാറ്റി ജഗതുവിന്റെ അമ്മയെ ജോലിക്ക് വെച്ചു. ഇവിടെ സമൂഹത്തിന്റെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? लड़के की माँ 2.5 रुपये महीने लेती थी. जगदू की माँ 2 रुपये में काम करने के लिए तैयार हो गई. तब बाबू की घरवाली ने उसको हटाकर जगदू की माँ को रख लिया था. यहाँ समाज के अमीरों द्वारा गरीब लोगों पर किए जाने वाले शोषण, निर्दयता और उनकी स्वार्थता प्रकट होती है. धनी लोग कम वेतन देकर नौकरों से अधिक काम करवाते हैं. കുട്ടിയുടെ അമ്മ 2.5 രൂപയ്ക്കാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ജഗതുവിന്റെ അമ്മ 2 രൂപയ്ക്ക് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ സാറിന്റെ ഭാര്യ അവരെ മാറ്റി പകരം ജഗതുവിന്റെ അമ്മയെ ജോലിക്ക് വെച്ചു. സമൂഹത്തിലെ ധനികരായിട്ടുള്ള വ്യക്തികൾ പാവപ്പെട്ടവരോട് ചെയ്യുന്ന ചൂഷണം, ദയയില്ലായ്മ, അതുപോലെ തന്നെ അവരുടെ സ്വാർത്ഥത എന്നിവയൊക്കെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സമ്പന്നർ കുറച്ചു കൂലി കൊടുത്ത് ജോലിക്കാരെ കൊണ്ട് വളരെയധികം ജോലികൾ ചെയ്യിപ്പിക്കുന്നു. एक बड़ी खिड़की के आकार का दरवाजा के प्रयोग से कहानीकार क्या बताना चाहते हैं? ഒരു വലിയ ജനാലയുടെ വലിപ്പമുള്ള വാതിൽ, ഈ പ്രയോഗത്തിൽ നിന്നും കഥാകൃത്ത് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? छोटे लड़के की कुटिया बहुत ही छोटी है. परिवार की गरीब दशा को इस प्रयोग से कहानीकार ने व्यक्त किया है. അവിടെ ഛോട്ടേ ലഡ്കെ എന്നാണ് കേട്ടോ, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ആ ചെറിയ കുട്ടിയുടെ കുടില് വളരെ ചെറുതായിരുന്നു. അവരുടെ കുടുംബത്തിലെ ആ ഗരീബ് ദശ, അതായത് ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഥാകൃത്ത് ഈ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീ നഹി നഹി കർത്തി രഹ ഗയി ക്യൂ? സ്ത്രീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? दिलीप ने खोमचे के दाम के रूप में बच्चे को 1 रुपया दिया. बालक का घर देखने की इच्छा से बाकी की पैसे लेने के लिए बच्चे के साथ गया. ദിലീപ് ഖോംചയ്ക്ക് വേണ്ട മൂല്യമായിട്ട് കുട്ടിക്ക് 1 രൂപ കൊടുത്തു. ആ കുട്ടിയുടെ വീട് കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ബാക്കി പൈസ വീട്ടിൽ നിന്നും വാങ്ങാം എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൂടെ പോയി. लेकिन घर में भी छुट्टे पैसे नहीं थे. बालक की यह दशा देखकर उसने मिठाई खरीदने के लिए वह पैसा बालक के पास ही रहने दिया. എന്നാൽ വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെയും ചില്ലറയില്ല. ചില്ലറ എന്നല്ല, അവിടെ പണമേ ഇല്ല. അപ്പോൾ കുട്ടിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ദിലീപ് ആ കുട്ടി അത് മിഠായി വാങ്ങി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. तब माँ नहीं नहीं कहती रही. किसी का पैसा मुफ्त में लेने के लिए वह तैयार नहीं थी. അപ്പോൾ അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തെന്ന് വെച്ചാൽ ആരുടെയും പണം സൗജന്യമായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മുझे अब भूख नहीं तू खा. മാ ऐसा क्यों कह रही है? എനിക്കിപ്പോൾ വിശപ്പില്ല, നീ തന്നെ കഴിച്ചോളൂ എന്ന് അമ്മ എന്തുകൊണ്ടാണ് പറയുന്നത്? घर में सिर्फ 2 रोटियां हैं. माँ जानती है कि इस रोटी से बच्चे की भूख नहीं मिटेगी. अपने बच्चे को खिलाने के लिए माँ ऐसा कह रही है. വീട്ടിലാകെ 2 റോട്ടി മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കറിയാം ഇതുകൊണ്ട് തന്നെ കുട്ടിയുടെ വിശപ്പ് മാറില്ല എന്ന്. അതുകൊണ്ട് ഉള്ള റോട്ടി കുട്ടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ പറഞ്ഞതാണ്. രസീല ദുഃഖ് സേ ക്യാ താത്പര്യ ഹെ? രസകരമായ ദുഃഖം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? गरीबी के कारण स्वयं भूखा रहकर अपने बेटे को रूखी रोटियां खिलाने वाली माँ का दुख असली दुख है.
लेकिन हेमा असली दुख से परिचित नहीं है, उसका दुख नकली है। हेमा के उस नकली दुख को दिलीप रसीला दुख कहता है. ദാരിദ്ര്യം കാരണം സ്വയം വിശന്നിരുന്നിട്ട് മകന് ഉണങ്ങിയ ചപ്പാത്തി കഴിപ്പിക്കുന്ന അമ്മയുടേത് യഥാർത്ഥമായ ദുഃഖമാണ്. എന്നാൽ ഹേമയ്ക്ക് യഥാർത്ഥ ദുഃഖം എന്താണെന്ന് അറിയില്ല. അവളുടെ ദുഃഖം വ്യാജമാണ്. ഹേമയുടെ ഈ വ്യാജ ദുഃഖത്തെയാണ് ദിലീപ് സുഖകരമായ ദുഃഖം എന്ന് പറയുന്നത്. നക്കലി എന്ന് വെച്ചാൽ വ്യാജമായിട്ടുള്ള. इस ठंडी रात में भी हम ही दो व्यक्ति बाहर है. दोनों के बाहर रहने का विशेष कारण अपने शब्दों में लिखें. ഈ തണുത്ത രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമാണ് പുറത്തുള്ളത്. രണ്ടുപേരും പുറത്ത് കഴിയുവാനായിട്ടുള്ള കാരണം സ്വന്തം വാക്കുകളിൽ എഴുതാം. दिलीप और खोमचा बेचने वाला लड़का दोनों के बाहर रहने के कारण अलग है. दिलीप की पत्नी हेमा उससे रूठकर अपनी माँ के घर चली गई है. इससे दिलीप व्याकुल है. अपने मन की व्याकुलता से मुक्ति पाने के लिए वह घर से निकला, लेकिन अपनी गरीबी और अभाव के कारण वह लड़का रात में कोमचा बेचने के लिए घर से बाहर निकला. രാത്രിയിലും ദിലീപും ആ കുട്ടിയും പുറത്തുണ്ടായിരുന്നതിൻ്റെ കാരണം വളരെ ഡിഫറൻ്റ് ആണ്. ദിലീപിൻ്റെ പത്നി ഹേമ ദിലീപിനോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് ദിലീപ് ദുഃഖിതനായിരുന്നു. അപ്പോൾ സ്വന്തം മനസ്സിലെ ദുഃഖം മറക്കാൻ വേണ്ടിയിട്ടാണ് ദിലീപ് വീട്ടിൽ നിന്നും പുറത്തു വന്നത്. പക്ഷെ ആ കുട്ടി തൻ്റെ ഗരീബിയും അഭാവവും ദാരിദ്ര്യവും ഇല്ലായ്മയും കാരണമാണ് പുറത്ത് ഉണ്ടായിരുന്നത്. मैं इस जीवन में दुख ही देखने को पैदा हुई हूँ. दिलीप ने आगे न पढ़कर पत्र फाड़ कर फेंक दिया. हेमा का दिलीप के नाम का वह पत्र कल्पना करके लिखिए. ഞാൻ ജീവിതത്തിൽ ദുഃഖം മാത്രം കാണുവാൻ ജനിച്ചവളാണ്. ദിലീപ് തുടർന്നു വായിച്ചില്ല. കത്ത് വലിച്ചു കീറി ദൂരെ എറിഞ്ഞു. ദിലീപിന്റെ പേരിലുള്ള ഹേമയുടെ ആ കത്ത് സങ്കല്പിച്ചെഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പ്ലേസും ഡേറ്റും കൊടുത്തു. പ്രിയ ദിലീപ്, मैं इस जीवन में दुख ही देखने के लिए पैदा हुई हूँ. शादी के രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. शादी के इतने सालों में आपने मुझे दुख के अलावा दिया ही क्या है? आपको ज़रूरत क्या थी अपनी सहेली के साथ सिनेमा देखने जाने की? हमारी शादी को हुए कितने साल हो गए, कभी आपने मुझे तो सिनेमा दिखाने के लिए नहीं ले गए. ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം മാത്രം കാണാനായിട്ട് ജനിച്ചതാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും നിങ്ങൾ എനിക്ക് ദുഃഖമല്ലാതെ മറ്റെന്താണ് തന്നിട്ടുള്ളത്? ദുഃഖേ അലാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖം അല്ലാതെ. നിങ്ങളുടെ കൂട്ടുകാരിയോടൊപ്പം സിനിമ കാണാൻ പോകേണ്ട ആവശ്യം എന്തായിരുന്നു? നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇതുവരെ നിങ്ങൾ എന്നെ ഒരു സിനിമ കാണാൻ കൊണ്ടുപോയിട്ടില്ലല്ലോ. അതിലെ കബി ആപ് മാത്രമുള്ളൂ കേട്ടോ. ആപ് നേ എന്നില്ല. ആപ് മുझे तो सिनेमा दिखाने के लिए नहीं ले गए. चलो ठीक है, आप उस औरत के साथ सिनेमा देखने चले भी गए. क्या एक बार आप मुझे बता नहीं सकते थे? എന്നാൽ ശരി, ആ സ്ത്രീയോടൊപ്പം നിങ്ങൾ മൂവിക്ക് പോയി, പക്ഷേ എന്നോട് ഒരു പ്രാവശ്യം പറയായിരുന്നില്ലേ? क्या आप मुझे भूल गए थे? मुझे कुछ दिनों से ऐसा लग रहा था कि हमारे बीच की दूरियां बढ़ गई है. നിങ്ങൾ എന്താ എന്നെ മറന്നുപോയോ? എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു നമ്മളുടെ ഇടയിലെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. पर इस कार्य से आपने मेरे शक को यकीन में बदल दिया. എന്നാൽ ഈ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എൻ്റെ ഷക്ക്, ആ ഡൗട്ട് സത്യമാണെന്ന് തെളിയിച്ചു. आप ही बताइए, कौन सी पत्नी यह सहन करेगी कि उसका पति किसी और औरत के साथ उसे बिना बताए कहीं चला जाए? നിങ്ങൾ തന്നെ പറയൂ, ഏത് പത്നിയാണ് ഇത് സഹിക്കുക, അവളോട് പറയാതെ അവളുടെ ഹസ്ബൻഡ് വേറൊരു സ്ത്രീയോടൊപ്പം ഒരു മൂവിക്ക് പോയി എന്നത്? मान लिया कि आप मुझे बताना भूल गए थे, मगर आप सच्चे थे या आपका मन सच्चा था तो जब मैं घर से जा रही थी एक बार तो आप मुझे रोकने की कोशिश करते. ശരി, സമ്മതിച്ചു, നിങ്ങൾ എന്നോട് പറയാൻ മറന്നതാണ്. പക്ഷേ നിങ്ങൾ സത്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ സത്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട് വിട്ടിറങ്ങിയപ്പോൾ എന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചേനെ. पर नहीं, आपने ऐसा कुछ नहीं किया. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. इसका मतलब है कि आप गलत है. आपके सब गलतियों के बावजूद भी मैं आपको अपनी सफाई में कुछ कहने का मौका दूंगी.
പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനും പുറമെ ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരും, ഒരു അവസരം തരും. സഫായി ദേന ജസ്റ്റിഫൈ ചെയ്യുക, ബാവജൂദ് എന്നിരുന്നാലും, ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ള മീനിങ് ആണ്. 25 अप्रैल सुबह 10 बजे मेरे घर आ जाइए, वहाँ बातचीत में यह तय कर लेंगे कि यह रिश्ता आगे निभाना है कि नहीं. 25 ഏപ്രിലിന് രാവിലെ 10 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരൂ. അവിടെയുള്ള ഡിസ്കഷനിൽ നിന്നും നമുക്ക് തൈ കർണമെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഈ बंधम मुन्नोट കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. परंतु कोई भी फैसला लेने से पहले यह जरूर सोचिएगा कि अगर मेरी जगह आप होते तो आप मुझे माफ करते. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ്, ഫാസ്ല ലേന ഡിസിഷൻ എടുക്കുക, ഒന്ന് ആലോചിക്കൂ, എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമായിരുന്നു. अगर आपको अपनी गलती का एहसास हो गया तो आप मुझसे मिलने आ जाना, मैं आपका इंतजार करूंगी. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്നെ കാണാൻ വേണ്ടി വന്നോളൂ, ഞാൻ വെയിറ്റ് ചെയ്യും. प्रिय पत्नी हेमा हस्ताक्षर. मिट्टी के तेल की डिबरी के प्रकाश में देखा वह दृश्य उनकी आंखों के सामने से न हटता था. उस दिन की दिलीप की डायरी लिखे. ആ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ട കാഴ്ച ദിലീപിന്റെ കൺമുന്നിൽ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ദിലീപിന്റെ ഡയറി എഴുതാനാണ് പറയുന്നത്. അപ്പം അതിൽ കുട്ടിയെ കണ്ടുമുട്ടിയത്, അതുപോലെ തന്നെ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ, മാ ബേട്ടി കാ പ്യാർ, അതുപോലെ തന്നെ അസ്ലി ദുഃഖി പെഹച്ചാൻ ഓർ തുലന, യഥാർത്ഥമായ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ കമ്പയർ ചെയ്യുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഡയറി എഴുതേണ്ടത്. ഫസ്റ്റ് ഡേറ്റും ഡേയും കൊടുത്തു. आज का दिन मैं कभी भी भूल नहीं सकता. अपने आँखों देखा सच मैं इतनी आसानी से कैसे बोल सकता हूँ. मैंने ऐसा दयनीय दृश्य कभी नहीं देखा. ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. എൻ്റെ മുന്നിൽ കണ്ട ആ സത്യം ഞാൻ എങ്ങനെ മറക്കാനാണ്. ഇത്രയും ദയനീയമായൊരു ദൃശ്യം ഞാൻ മുൻപ് കണ്ടിട്ടില്ല. मेरे सिर्फ अपनी सहेली के साथ फिल्म देख आने के कारण मेरी प्रिय पत्नी हेमा मुझसे रूठकर अपने घर चली गई. इसी कारण मैं बहुत परेशान था. अपना मन कुछ हल्का करने के लिए और हेमा से जुड़े सवालों से छुटकारा पाने के लिए मैं बाहर गया. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു മൂവി കാണാൻ പോയി എന്നതിൻ്റെ പേരിൽ എൻ്റെ വൈഫായിട്ടുള്ള ഹേമ എന്നോട് പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി. അത് കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. ആ വിഷമത്തിൽ നിന്നൊരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. आज की रात बहुत ठंडी थी. मैं विचलित मन से सड़क पर चल रहा था. तब मेरी मुलाकात सौदा बेचने वाले छोटे लड़के के साथ हुई. ഇന്ന് രാത്രി വളരെയധികം തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡും വെച്ച് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ആ സോദ വിൽക്കുന്ന കുട്ടിയെ കണ്ടത്, പലഹാരം വിൽക്കുന്ന കുട്ടിയെ കണ്ടത്. वह सिर्फ 8 पैसे में अपना सारा सौदा बेचने को तैयार था. उसकी आयु, कमजोर और दुबला शरीर, 8 पैसे में सभी पकौड़े बेचना जैसे उससे जुड़ी हर चीज मुझे उसकी तरफ खींचता ही जा रहा था. ആ കുട്ടിയാണെങ്കിൽ 8 പൈസയ്ക്ക് അവൻ്റെ കയ്യിലുള്ള സോദ മുഴുവൻ വിൽക്കാൻ റെഡിയായിരുന്നു. അവൻ്റെ വയസ്സ്, അവൻ്റെ വീക്കായിട്ടുള്ള മെലിഞ്ഞ ശരീരം, 8 പൈസയ്ക്ക് എല്ലാ പക്കോടയും വിൽക്കുക എന്നീ കാര്യങ്ങളൊക്കെ, അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നെ അവനിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നു. बच्चे को देखकर पता चलता है कि उसका जीवन गरीबी भरा है, इसलिए मैंने उसके सारे पकौड़े खरीद लिए और 1 रुपया दे दिया. കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ദാരിദ്ര്യം നിറഞ്ഞൊരു ജീവിതമാണ് അവൻ്റേതെന്ന്. അതുകൊണ്ട് ഞാൻ എല്ലാ പക്കോടയും വാങ്ങി 1 രൂപ അവന് കൊടുത്തു. मेरे मन में उसके बारे में और जानने की इच्छा हुई, इसलिए मैंने बाकी पैसे लेने के बहाने उसके साथ जाना उचित समझा. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ഉള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നി. അതുകൊണ്ട് ബാക്കി പൈസ വാങ്ങാൻ എന്ന ഒരു എക്സ്ക്യൂസ് നൽകിയിട്ട്, ബഹാന എന്ന് വെച്ചാൽ എക്സ്ക്യൂസ് നൽകിയിട്ട് അവൻ്റെ കൂടെ ഞാൻ പോയി. बच्चे ने बताया कि उसकी माँ एक बाबू के घर में चौका बर्तन करती थी और
2.5 रुपया महीना कमाती थी, मगर अब उसकी जगह किसी और को रख लिया है, इसलिए अब माँ बेटा बहुत कष्ट भरा जीवन बिताते हैं और സോദാ बेचकर ही उसका खर्चा पानी चलता है. കുട്ടി പറഞ്ഞു കുട്ടിയുടെ അമ്മ ഒരു സാറിന്റെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ പോയിരുന്നതാണ്. മാസം 2 രൂപയാണ് വാങ്ങിയിരുന്നത്, 2.5 രൂപയാണ് വാങ്ങിയിരുന്നത്. ഇപ്പോൾ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേറെ ആരെയോ ജോലിക്ക് വെച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം അവരുടെ വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ സോദ വിറ്റിട്ടാണ് അവരുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞു പോകുന്നതെന്ന്. भूखा बच्चा माँ के पास भाग कर गया. मुझे लौटाने के लिए उनके पास पैसे नहीं थे. उनके मुख पर वह परेशानी साफ दिखाई दे रही थी. വിശന്നിരുന്ന കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എനിക്ക് തിരിച്ചു നൽകാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അവരുടെ മുഖത്തു നിന്നും അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. उनकी दयनीय स्थिति देख मैंने कहा कि मुझे बाकी पैसे नहीं चाहिए, उससे बच्चे को मिठाई खरीदने दो. അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ബാക്കി പൈസ വേണ്ട, ബാക്കി പൈസ കൊണ്ട് കുട്ടി മിഠായി വാങ്ങി കഴിച്ചോട്ടെ. बच्चा हाथ धोकर खाना खाने बैठ गया. सिर्फ 2 सूखी रोटी थी. बच्चा माँ से सूखी रोटी देने के लिए नाराज था. കുട്ടി കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. 2 ഉണങ്ങിയ റോട്ടിയാണ് ഉണ്ടായിരുന്നത്. ആ ഉണങ്ങിയ റോട്ടി കൊടുത്തതിന് കുട്ടി അമ്മയോട് പിണങ്ങി. माँ उसे दिलासा दे रही थी कि मेरे दिए पैसों से उसे दाल बनाकर खिलाएगी. बच्चा खुश हो गया. അമ്മ അവനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ദിലാസ ദേന സമാധാനിപ്പിക്കുക. ഞാൻ കൊടുത്ത പൈസ കൊണ്ട് അടുത്ത ദിവസം അവന് ദാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇത് കേട്ട കുട്ടിക്ക് സന്തോഷമായി. खाने से पहले उसने माँ से पूछा कि उसने खाना खाया कि नहीं. माँ ने अपना भूख छिपाते हुए उससे कहा मुझे भूख नहीं है. അവിടെ മാ നെ അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുട്ടി ചോദിച്ചു അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന്. എന്നാൽ തൻ്റെ വിശപ്പ് മറച്ചുകൊണ്ട് അമ്മ അവനോട് പറഞ്ഞു എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന്. അനിച്ഛാ സേ ഹി സഹി ഫിർ ബി ബച്ചേ നെ മാ കി ഓർ रोटी बढ़ाकर എന്നാണ് കേട്ടോ, बनानല്ല बढ़ाकर खाने को कहा. इससे आगे कुछ देखने की ताकत मुझ में नहीं था, इसलिए मैं वहाँ से चला गया. ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി കുട്ടി ഒരു റോട്ടി അമ്മയുടെ നേരെ നീട്ടിയിട്ട് അത് കഴിക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ഇതിലും കൂടുതൽ കാണാനായിട്ടുള്ള ഒരു മനക്കട്ടി ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും പോന്നു. मैंने कभी नहीं सोचा था कि किसी के जीवन में 1 रुपये की इतनी कीमत होगी. आज मुझे असली दुख की पहचान हुई है. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആരുടെയെങ്കിലും ജീവിതത്തിൽ 1 രൂപയ്ക്ക് ഇത്രയും മൂല്യമുണ്ടെന്ന്. കീമത്ത് മൂല്യം. ഇന്നാണ് യഥാർത്ഥ ദുഃഖം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. हमारी इस दुनिया में ऐसे भी लोग हैं जो रोज भूख प्यास से लड़कर जीते हैं और हम जैसे लोग हैं जो छोटी गलतियों के लिए ജാൻ ദേനെ പർ തുലേ ഹോ ജാത്തെ ഹെ. നമ്മുടെ ഈ ലോകത്ത് എന്നും ഈ വിശപ്പും ദാഹവും സഹിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് നമ്മളെ പോലുള്ളവർ ചെറിയൊരു മിസ്റ്റേക്കിന് വേണ്ടി ജീവിതം തന്നെ ത്യജിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളവർ. ഉസ് മാ ബേട്ടി കാ ദൃശ്യ മേരെ മൻ സേ കഭി മിട്ട് നഹി പായേഗ. ആ അമ്മയുടെയും മകന്റെയും ദൃശ്യം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. उस माँ की आवाज अब भी मेरे कानों में गूंज रही है. आज की रात मैं सो नहीं पाऊंगा. ആ അമ്മയുടെ ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായി കഴിയുകയില്ല. ഹേ ഭഗവാൻ, ഉസ് പരിവാർ കി ഹാലത് സുധാർ ദേന. ഈശ്വര, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ്, ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണേ. बच्चे की माँ और दिलीप दोनों के मुंह से निकलते हैं भूख नहीं है. दोनों के सामाजिक परिप्रेक्ष्य में इस कथन की विवेचना करके टिप्पणी लिखी. കുട്ടിയുടെ അമ്മയും ദിലീപും പറയുന്നു വിശപ്പില്ല എന്ന്. 2 പ്രസ്താവനകളുടെയും സാമൂഹിക പശ്ചാത്തലത്തിൽ ഇവയെ വിലയിരുത്തി കുറിപ്പെഴുതാനാണ് പറയുന്നത്. माँ प्यार से कहती है कि मुझे भूख नहीं है, तू खा ले. അമ്മ സ്നേഹത്തോടെ പറയുന്നു എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോളൂ. माँ के पास बच्चे को देने के लिए केवल 2 रोटियां थी. माँ ने अपना भूख बुलाकर बेटे को खिलाया. बालक ने माँ को 1 रोटी दी तो माँ ने कहा कि उसको भूख नहीं है. अभाव के कारण स्वयं भूखी रहकर बेटे को खिलाने वाली माँ समाज के गरीब लोगों का प्रतीक है. അമ്മയുടെ പക്കല് കുട്ടിക്ക് നൽകാനായിട്ട് ആ 2 റോട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ സ്വന്തം വിശപ്പ് മറന്ന് മകനെ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടി അമ്മയുടെ നേരെ ഒരു റോട്ടി നീട്ടിയിട്ട് കഴിച്ചോളാൻ പറഞ്ഞപ്പോഴും തനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ്
അമ്മ കുട്ടിയെ കൊണ്ട് തന്നെ റോട്ടി കഴിപ്പിക്കുന്നു. ഇല്ലായ്മ കാരണം സ്വയം വിശന്നിരുന്നിട്ടും മകനെ കഴിപ്പിക്കുന്ന അമ്മയെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിലെ ദരിദ്രരായിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രതീകമാണ് ഈ അമ്മ. दिलीप रात को घर वापस आया तो नौकर ने उसे खाना तैयार होने की सूचना दी. दिलीप ने उसकी ओर बिना देखे ही कहा भूख नहीं है. ദിലീപ് രാത്രി വീട്ടിൽ വന്നപ്പോൾ സെർവന്റ് വന്നിട്ട് ഫുഡ് റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് അത് നോക്ക് പോലും ചെയ്യാതെ പറഞ്ഞു എനിക്ക് വിശപ്പില്ല. उसकी भूख नहीं है के पीछे मन की व्याकुलता है क्योंकि उसकी पत्नी मायके चली गई है. ദിലീപ് के घर में संपन्नता का नकली दुख है. ദിലീപ് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പിന്നില് വിഷമമാണ് കാരണം. എന്താന്ന് വെച്ചാൽ ദിലീപിന്റെ വൈഫ് ദിലീപിനായിട്ട് പിണങ്ങി തന്റെ വീട്ടിലേക്ക് പോയി. ദിലീപിന്റെ വീട്ടിലെ സമ്പന്നത കാരണമുള്ള വ്യാജമായിട്ടുള്ള ദുഃഖമാണ്. ആ ദുഃഖം അല്ലെങ്കിൽ ആ വിശപ്പില്ലായ്മ യഥാർത്ഥമായിട്ടുള്ളതല്ല. वाद विवाद चलाएं, चर्च നടത്താം. स्कूल वालों ने लड़कियों को घर से लाने के लिए मोटर रख ली है और उसे निकाल दिया है. സ്കൂളിന്റെ അതോറിറ്റീസ് പെൺകുട്ടികളെ വീട്ടിൽ നിന്നും കൊണ്ടുവരാനായിട്ട് ഒരു മോട്ടോർ, ഒരു ബസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ജോലിയിൽ നിന്നും പുറത്താക്കി. मशीनीकरण ने एक और सुविधाएं पैदा की है तो दूसरी ओर उसने बेरोजगारी को बढ़ावा दिया है. इस विषय पर वाद विवाद चलाए. मशीनीकरण സകാരാത്മക് ബനാം നകാരാത്മക്. അതായത് ഈ മഷീനീകരൺ ഒരു വശത്ത് ഒരുപാട് സുവിധയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരു വശത്ത് ബേറോസ്ഗാരി, തൊഴിലില്ലായ്മയും കൂട്ടുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് യന്ത്രവൽക്കരണത്തിന്റെ ഗുണദോഷങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രബന്ധം എഴുതാം. മഷീനീകരൺ എന്ന് വെച്ചാൽ യന്ത്രവൽക്കരണം. ഫസ്റ്റ് തന്നെ ടൈറ്റിൽ കൊടുക്കുക मशीनीकरण सकारात्मक बनाम नकारात्मक. वर्तमान युग मशीनी युग है. मशीनीकरण आधुनिक वैज्ञानिक युग की देन है. വർത്തമാന യുഗം യന്ത്രങ്ങളുടേതാണ്, ആധുനിക ശാസ്ത്രയുഗത്തിന്റെ സംഭാവനയാണ്. ദേൻ സംഭാവന. मशीनीकरण के कारण मानवों का जीवन स्तर उन्नत हो गया है और मानव जीवन सुगमय हो गया है. ഈ യന്ത്രവൽക്കരണം കാരണം മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ജീവിതം കൂടുതൽ എളുപ്പമായിരിക്കുന്നു, സുഖമയമായിരിക്കുന്നു. पहले जो काम मानव अपने शारीरिक श्रम से करता था वे सब आज मशीनें कर रहे हैं. പണ്ട് മനുഷ്യർ ചെയ്തിരുന്ന ജോലികളെല്ലാം തന്നെ ഇന്ന് മഷീനുകൾ ചെയ്യുന്നു. ആട്ട പീസ്ന, കുएं से पानी खींचना, लकड़ी काटना, खेत जोतना, कपड़े धोना आदि सब काम मानव मशीनों से करवाता है. ധാന്യങ്ങൾ പൊടിക്കുക, അതുപോലെ കിണറിൽ നിന്നും വെള്ളം കോരുക, വിറക് കീറുക, നിലം ഉഴുക, വസ്ത്രങ്ങൾ കഴുകുക തുടങ്ങിയവയെല്ലാം മനുഷ്യർ യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. गाड़ियों के आधिक्य के कारण मानव पैदल जाना ही भूल गया है. मशीनों की मदद से मानव ने समय और दूरी पर विजय पाई है. വാഹനങ്ങളുടെ ആധിക്യം മൂലം മനുഷ്യർ കാൽനടയാത്ര തന്നെ മറന്നുപോയിരിക്കുന്നു. യന്ത്രസഹായത്താൽ മനുഷ്യൻ സമയത്തെയും അതുപോലെ തന്നെ ദൂരത്തെയും കീഴടക്കിയിരിക്കുന്നു. जो काम कई मानव मिलकर एक महीने में पूरा करता था वह काम आज निमिषों के अंदर एक मशीन कर डालता है. ഒരുപാട് മനുഷ്യർ ചേർന്ന് ഒരു മാസം കൊണ്ട് ചെയ്യുന്ന ജോലി ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മെഷീൻ ചെയ്തു തീർക്കുന്നു. उत्पादन 100 गुना बढ़ गई है. प्रोडक्टिविटी 100 टाइम्स കൂടിയിരിക്കുന്നു. एक बटन दबाने से मानव कठिन से कठिन काम भी क्षण भर में पूरा कर लेता है. ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എത്ര കഠിനമായ ജോലിയായാലും ഈ മെഷീൻസ് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കും. मानव जीवन को आरामदायक और सुखदायी बनाने में मशीनीकरण सफल हुआ है. മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം റെസ്റ്റ് ഉള്ളതും അതേപോലെ തന്നെ സുഖമുള്ളതുമായിട്ട് മാറ്റുന്നതിൽ ഈ യന്ത്രവൽക്കരണം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. मानव को अधिक आराम मिलता है, मनोरंजन के लिए समय मिलता है. മനുഷ്യന് കൂടുതൽ ആറാം, റെസ്റ്റ് കിട്ടുന്നുണ്ട്. മനോരഞ്ജൻ എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റും കിട്ടുന്നുണ്ട്. जिससे वह कला और साहित्य का आस्वादन करने के लिए समय पाता है. അതുകൊണ്ട് അവന്, അതായത് മനുഷ്യന് കലയും അതുപോലെ തന്നെ സാഹിത്യവും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നുണ്ട്. ഹർ ബാത് കെ ദോ പെഹലു ഹെ. ഓരോ കാര്യത്തിനും രണ്ട് വശമുണ്ട്. പെഹലു, രണ്ട് സൈഡ്സ്.
मशीनीकरण के बुरे प्रभावों से मानव बच नहीं सकता. मशीनों ने मानव को आलसी बनाया है. യന്ത്രവൽക്കരണത്തിന്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയില്ല. മഷീൻ വന്നതോട് കൂടിയിട്ട് മനുഷ്യൻ ആൽസി, അതായത് ലേസി, മടിയന്മാരായി മാറിയിരിക്കുകയാണ്. शारीरिक श्रम कम होने के कारण मानव का स्वास्थ्य बिगड़ गया है. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നതുകൊണ്ട് മനുഷ്യന്റെ സ്വാസ്ഥ്യ, ഹെൽത്ത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മഷീനീകरण बेरोजगारी को जन्म देता है. सामाजिकता का ഭാവ് കം ഹോത്താ ജാ രഹാ ഹെ. യന്ത്രവൽക്കരണം തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നു. സാമൂഹിക മനോഭാവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാനവ് കെ ബീച്ച് പാരസ്പരിക് मैत्री, एकता, सहयोग, सामाजिक संपर्क आदि का अभाव होता जा रहा है. अपने हर काम के लिए मशीनों का उपयोग करते करते मानव स्वयं मशीन हो गया है. उसके मानवीय गुणों का ड्रास हो गया है. ആളുകൾക്കിടയിൽ മൈത്രി, ഐക്യം, സഹകരണം, പരസ്പര സമ്പർക്കം തുടങ്ങിയവ ഇല്ലാതാകുന്നു. എല്ലാ ജോലികൾക്കും യന്ത്രങ്ങളെ ആശ്രയിച്ച് മനുഷ്യൻ സ്വയം യന്ത്രമായി തീർന്നിരിക്കുന്നു. അവന്റെ മാനുഷിക ഗുണങ്ങൾക്ക് കുറവുണ്ടായിരിക്കുന്നു. इस प्रकार हम देखते हैं मशीनीकरण एक और मानव के लिए एक बड़ा वरदान है, पर उससे होने वाले दोषों की അവഗണന ഹം നഹി കർ സക്തെ. ഇങ്ങനെ നോക്കുമ്പോൾ യന്ത്രവൽക്കരണം ഒരു തരത്തിൽ വരദാനമാണെങ്കിലും അതുമൂലമുണ്ടാകുന്ന ദോഷങ്ങളെ അവഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല.